എക്സാം കാപ്സ്യൂൾ. കേരള PSC നടത്തുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയിലെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് വിഭാഗം ചോദ്യങ്ങളെ എങ്ങനെ നേരിടാമെന്ന് വിവരിക്കുന്നു പയനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാദമിക് കോർഡിനേറ്ററും കരിയർ വിദഗ്ധനുമായ അശ്വിൻ വിഷ്ണു CR. നെക്സ്റ്റ് പാർട്ട് വരുന്നത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്. 30 മാർക്കിന്റെ 30 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്നും ഉണ്ടാവുന്നത്. ഈ ഒരു പാർട്ടിലോട്ടേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മൊഡ്യൂളുകളായിട്ടാണ് ഇത് തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 ആൻഡ് മൊഡ്യൂൾ 3 അപ്ലൈഡ് ഒപ്റ്റിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആൻഡ് അക്വസ്റ്റിക്സ്. ഇങ്ങനെയാണിത് 3 തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാ സെക്ഷനിലും പറയുന്നത് പോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിനേഷൻ്റെ സെയിം സിലബസ് തന്നെ ഇവിടെ തൊട്ടേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സിലബസിലെ കണ്ടന്റിന് യാതൊരു കൂടുതലും ഇവിടെ വന്നിട്ടില്ല. 15 മാർക്കിന് അവിടെ വെയിറ്റേജ് തന്നിരുന്ന കാര്യം ഇവിടെ 30 മാർക്കിന് വേണം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. എന്ന് വെച്ചാൽ എന്താ, ഈ കുഞ്ഞു ടോപ്പിക്കിൽ നിന്ന് തന്നെ, ഈ കുഞ്ഞു സിലബസിൽ നിന്ന് തന്നെ നമ്മൾ വാസ്റ്റായിട്ട് ഡീപ്പായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ അത് 3 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 10 മാർക്ക് 10 മാർക്ക് 10 മാർക്കുള്ള സെക്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്ലൈഡ് ഓപ്റ്റിക്സ് ആണ് ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളായിട്ട് തന്നിരിക്കുന്നത്. അതിൻ്റെ സബ് കാറ്റഗറി നോക്കുന്ന സമയത്ത് ലേസേഴ്സ്, അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ലേസർ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അതിൻ്റെ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്ന ടെക്നിക്കൽ ടേംസ് ആണ്, അതൊക്കെ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഫൈബർ ഒപ്റ്റിക്സ് ആണ്. ഫൈബർ ഒപ്റ്റിക്സിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് ഫൈബർ ഒപ്റ്റിക്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ ആണെന്നുള്ളത് നോക്കേണ്ടി വരും. ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് നമ്മൾക്ക് അറിയണം. ലൈറ്റിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, സ്നെൽസ് ലോ, ക്രിട്ടിക്കൽ ആംഗിൾ, സൈൻ ഐ ബൈ സൈൻ ആർ എന്നൊക്കെ പറയുന്ന ഒരു ഇക്വേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ, അത്. പിന്നെ മാത്രമല്ല ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എക്സ്പെക്ട് ചെയ്യാം. കെമിസ്ട്രിയുടെ പോലെയല്ല. കെമിസ്ട്രിയിൽ വളരെ കുറച്ചൊരു 5% മാത്രമാണ് ഇതിനുള്ളിൽ ന്യൂമറിക്കൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ നമുക്കിതിൽ നിന്ന് ഏകദേശം ഒരു 40-60 എന്നുള്ള തരത്തിലൊക്കെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. തേർഡ് സബ് കാറ്റഗറി എന്ന് പറയുന്ന സമയത്ത് ഫോട്ടോണിക്സിൻ്റെ ഭാഗമാണ്. അതിൽ LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിനെയും സോളാർ സെല്ലിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ LED വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ള കാര്യം പറയണം, പഠിക്കണം. പിന്നെ LED കാണുന്നുണ്ടല്ലോ, ഒരുപാട് കളേഴ്സ് കാണും. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു റെഫറലായിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്ന് അറിയാൻ വേണ്ടിയിട്ട് റിപ്പീറ്റായിട്ട് പറയുന്ന കാര്യമാണ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ഈ സെയിം സിലബസ് വെച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് ബ്ലൂ കളർ LED കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്, ഈ തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ മൊഡ്യൂൾ 2 പോകുന്ന സമയത്ത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. അതിൽ സെമി കണ്ടക്ടേഴ്സിനെയും സൂപ്പർ കണ്ടക്ടേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്താണ്, PN ജംഗ്ഷൻ എന്താണ്, എനർജി ബാൻഡ് എന്താണ്, ബയാസിങ് എങ്ങനെ വരുന്നു, അതിൻ്റെ ക്യാരക്ടേഴ്സ്, ഗ്രാഫ് കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, ഡോപ്പിംഗ് എന്താണ്, ഫെർമി ലെവൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതെങ്ങനെയാണ് വരുന്നത്, ഡോപ്പിംഗ് ചെയ്തതിന് ശേഷം ഫെർമി ലെവലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഈ തരത്തിലുള്ള ടോപ്പിക്കാണ് സെമി കണ്ടക്ടേഴ്സിൻ്റെ പാർട്ടിൽ നിന്ന് നമ്മൾ പഠിക്കുകയും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യേണ്ടത്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയിലെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് വിഭാഗം ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കണമെന്ന് വിവരിച്ചത് കരിയർ വിദഗ്ധൻ അശ്വിൻ വിഷ്ണു CR. ഈ വിഭാഗത്തിലെ ചോദ്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനെക്കുറിച്ച് അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ തുടർന്നു കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.